ഒരൊറ്റ സ്ഥലം കാണിച്ചു തരാനാണ്. അവിടെ വണ്ടി നിർത്തി നോക്കിക്കോ. ഗോപ്രോയിൽ കാണുമോ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ പൊന്നു ബ്രോ, ഈശ്വര പാമ്പൊന്നുണ്ടാവരുതേ. ഇതേ ആ സ്ഥലം കണ്ടോ, ആ സാധനം കാണുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് കാണുന്നത് എനിക്കല്ല, പക്ഷേ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് എന്തായാലും ക്ലിപ്പിൽ ആഡ് ചെയ്യാം. പക്ഷെ ഒരു രക്ഷയില്ല ബ്രോ. ഗോവയിലേക്ക് വരുമ്പം ബ്രോ ലൈക്ക് വിഷ്വൽ ട്രീറ്റാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞതിൽ ഓരോ പാലത്തിലും ഓരോ സ്ഥലത്ത് ഇത് പൈററ്റ്സ് ഓഫ് ദ കരേബിയനോ ബ്രോ. പോളി സാധനം. കോഴിക്കോട്ടുകാർക്ക് എത്ര കണ്ടാലും മടുക്കാത്തൊരു സാധനമാണ് ബീച്ച്. So yeah, officially inside Goa, old Goa, blah blah. This is like a freaking paradise, my boy. ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ വയനാടെത്തി ഇപ്പം ചത്തേനെ. ആ പുല്ലിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, CJ ഒക്കെ ചെയ്യൂലേ. ഇവിടെ ബീഫ് ഫെയർ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പശുക്കളുണ്ട്. ഇവിടെ നിന്നാണോ ഇനി കേരളത്തിലോട്ട് പശുവിനെ കൊണ്ടുവരുന്നത്? അപ്പോൾ ബോയ്സ്, ഇപ്പം സമയം 2:57 ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്റ്റേ, ഓയോ റൂം. സംഭവം ഓയോൻ്റെ അകത്ത് 1 സ്റ്റാർ കൊടുത്ത റൂമാണ്. പക്ഷേ ബഡ്ജറ്റ് വൈസ് ഇറ്റ് ഈസ് അടിപൊളി. പാർക്കിംഗ് ഇല്ല, ബൈക്ക് ഞങ്ങൾ ഇവിടെയാണ് വെച്ചത്. പാർക്കിംഗ് ആ സൈഡിലാണ് അവർ പാർക്കിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി കറൻ്റ്ലി ഇവിടെയാണ്. റൂം കാണിച്ചു തരാം. റൂം കാണിക്കുന്ന ചടങ്ങുണ്ടല്ലോ. ഇതിപ്പം ഹെഡ് മൗണ്ടാണ്. വോയിസ് നമ്മളെ മറ്റേൻ്റെ അത്ര ക്ലിയർ ഇല്ലെങ്കിൽ കുഴപ്പമില്ലാതെ സംസാരിക്കാം. വേറൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കംഫർട്ടബിളായിട്ട് സംസാരിക്കുന്നത്. ആരും നമ്മൾ തിരിഞ്ഞു വെക്കാനില്ലല്ലോ, അതുകൊണ്ട്. എനിവേ അവിടെയാണ് റിസപ്ഷൻ. നമ്മളെ കയറി വരുമ്പം അവർക്ക് ID കാർഡ് കൊടുക്കുക. പേയ്മെൻറ്റ് ഫുള്ള് ഓയോ വഴി ചെയ്തിട്ടുണ്ട്. ഇതാണ് റൂം. നമ്മൾ ഈ റൂമിന് കൊടുത്തത് 3300-ൻ്റെ അടുത്താണ്. ആ റേറ്റാണ്. ലൈക്ക് 3 ദിവസത്തേക്ക് കേട്ടോ പറഞ്ഞത്. അപ്പം ഒരു 2 ആൾക്ക് താമസിക്കാൻ നൈസാണ്. ഇവിടെയാണ് നമ്മളെ കണ്ണാടിയൊക്കെ വരുന്നത്. ഇവിടെ ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. AC വരുന്നുണ്ട്. ചെറിയൊരു ടീപ്പോയി, ഒരു ബെഡ് വരുന്നുണ്ട്. ഏറ്റവും അടിപൊളി എന്താണെന്ന് വെച്ചാൽ ബാത്റൂം ഭയങ്കര വൃത്തിയിരിക്കണം. അത്രയേ ഉള്ളൂ നമുക്ക് മെയിനായിട്ടുള്ള കാര്യം. അവിടെ പോയി ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെങ്കിലോ അവിടെ ഓക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബാത്റൂമും നല്ല വൃത്തിയുണ്ട്. പിന്നെ ആൾക്കാർ വളരെ അസിസ്റ്റീവാണ്. അവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അവരൊക്കെ കൊണ്ടുതരും. വെറും 400 മീറ്റർ ഡിസ്റ്റൻസാണ് നമ്മളെ റൂമും അതും. ഞാനിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നേരെ നടന്നു കഴിഞ്ഞാൽ ആ കാണുന്ന ബീച്ചാണ്. പിന്നെ ഇവിടെ ഒരുപാട് ടാറ്റു ഷോപ്സും സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീംസും ഇഷ്ടം പോലെ ഉണ്ട്. ആ ഒരൊറ്റ ലൈനിൽ തന്നെ. ഇത് ടീറ്റോസ് ലൈൻ 2 ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ടീറ്റോസ് ലൈൻ 1. അപ്പം നമ്മളെ ഫ്രാൻസിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഫ്രാൻസി ഇങ്ങോട്ടേക്ക് ബ്രേക്കിംഗ് ഫ്രണ്ട്സ് വിയഡ് ബാങ്കിലേക്ക് നല്ല ഇളം കാറ്റൊക്കെ വന്നടിക്കുന്നു. ഫ്രാൻസി അവിടെ ചില്ലിങ്. ഞാനിവിടെ ഹംഗ്രിഫൈഡ്. നമ്മളൊരു ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്യുന്നു. മെനു കാണിച്ചു തരാം കേട്ടോ. മെനു നിൽക്കും. തുറന്നാൽ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ടീ, മറ്റേ ബ്ലബ. ചായക്കുണ്ട് 40 റുപ്യ. ഓക്കെ. പിന്നെ അങ്ങോട്ട് കോക്ടെയിൽസ് 340, 380, ഏറ്റവും ഹയസ്റ്റ് 350. പിന്നെ പോകുന്നത് ആൽക്കോൾസ് തന്നെ. ആൽക്കോൾസ് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ. എന്നിട്ട് നീ ഫുഡ് കഴിച്ചാൽ മതി എന്ന് അവർ പറയണം. അപ്പം മിനിമം ഫുഡ് 320, 200 അല്ല 220 സ്റ്റാർട്ടിങ് ഒക്കെ വരുന്നത്. അപ്പോൾ അതാണ് ഹാൽ. കുറച്ച് എക്സ്പെൻസീവാണ്, നല്ല എക്സ്പെൻസീവ് ഉണ്ട്. ഇപ്രാവശ്യം സ്പെൻഡ് ചെയ്തതും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ പറയാം. ചിക്കൻ ഫ്രൈഡ് റൈസ്. ബാക്കി എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, നമ്മൾ ഫുഡ് അടിക്കുക കഴിഞ്ഞ് നല്ല മഴക്കാർ വരുന്നുണ്ട്. വളരെ സീനാണ്. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റേ നേരത്തെ സ്റ്റോറി കണ്ട മദാമി എന്താല്ലേ. പക്ഷെ ഇവിടെ നൈസാട്ടോ. ഇവിടുന്ന് എണീക്കാൻ തോന്നുന്നില്ല ഇരുന്നിട്ട്. ഇവിടെ ഫുഡും നൈസാണ് ആക്ച്വലി. നമ്മുടെ ബാഗാ ബീച്ചിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ റൂമിൽ നിന്ന് അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് മുന്നോട്ട് വരുമ്പം ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു സ്പോട്ട്. ഫുള്ള് നായ്ക്കളാണ്, എല്ലായിടത്തും നായ്ക്കളാണ്. അയ്യോ ഇതല്ല കേട്ടോ, എൻ്റെ അപ്പുറത്തുള്ളതൊക്കെ നായ്ക്കളാണ്. നേരത്തെ പറഞ്ഞ മഴയൊക്കെ പോയി, നല്ലൊരു മഴക്കാരൊക്കെ വന്നായിരുന്നു. പിന്നെ മഴയൊക്കെ പോയി. ഇപ്പം തിരിച്ചാൽ ചൂടന്നെ. ചൂടിങ്ങനെ അവിടെ അടിച്ചിങ്ങ് മൂത്രയ്ക്ക് തെറിക്കുക. അമ്മ വെയിൽ. നമ്മളെവിടേക്കാണ് ഫ്രാൻസിൽ പോകുന്നത്?
അഞ്ജുന ഫ്ലീ മാർക്കറ്റ് 6.1 കിലോമീറ്റർ. അവിടെ പോയിട്ട് ഫ്രാൻസിക്ക് കൊച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഗോവയിൽ എല്ലായിടത്തും പള്ളികളും ഒരുപാട് കുരിശുമൊക്കെ കാണാം. നൈസാണ് കേട്ടോ വൈബ്. എല്ലാവരും വളരെ പീസ്ഫുള്ളാണ്. കിച്ചറ ടീംസൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും മോസ്റ്റ്ലി നൈസാണ് ആൾക്കാർ. വീണ്ടും ഫുൾ ടാങ്ക് അടിച്ച്. ഇപ്രാവശ്യം 1057 ആയത്. നമ്മൾ കഴിഞ്ഞ് ഫുൾ ടാങ്ക് അടിച്ചത് മാഹിന്നായിരുന്നു. അവിടെ 999 ആയത്. വ്യത്യാസം കണ്ടില്ലേ? ചെറിയ എമൗണ്ട് ആണെങ്കിലും വ്യത്യാസമാണ്. എയർ അടിക്കണം എന്നുണ്ട്, പക്ഷേ ഇവിടെ വർക്കിംഗ് അല്ല. നമ്മളെ ഫ്ലീ മാർക്കറ്റിലുണ്ട്. കറൻ്റ്ലി ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. നോർമലി യൂട്യൂബ് വീഡിയോസിലൊക്കെ എല്ലാവർക്കും ഒരുപാട് ആൾക്കാരെ കാണാം, പക്ഷേ ഇവിടെ അത്ര ആൾക്കാരൊന്നുമില്ല. ഇപ്പം സീസൺ ടൈം ആകുമ്പം ഹെവി ആയിരിക്കും, റേറ്റും കൂടും. ഇപ്പം ഷർട്ട്സ് ടീഷർട്ട്സൊക്കെ 350 400 ആ റേഞ്ചൊക്കെ പറഞ്ഞ് ബാക്കി ഇതൊക്കെ അറിയില്ല. അണ്ണൻ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് വരുമ്പോൾ ടീഷർട്ട്സ് ഒന്നും നിർത്തില്ലാന്ന്. കൊച്ചിക്കുള്ളൻ എന്തിട്ട് ഇത് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാടുണ്ട്, വെറൈറ്റീസ് കുറേ ഉണ്ട്. പക്ഷേ റേറ്റ് 350 പറഞ്ഞു. നമുക്കൊരു 250 വരെയൊക്കെ പോകല്ലോ അല്ലേ? ഈ സ്ഥലം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു, പക്ഷേ ഇവിടെ ഒരു വണ്ടി വന്നാൽ ഇതാണ് സീന്. ഇതാണ് നമ്മളെ ടീറ്റോസ് ലേ, ബാഗാ ബീച്ചിൻ്റെ അടുത്ത്. ഇതിൻ്റെ അപ്പുറത്തെ ലൈനിലാണ് നമ്മളെ വഴി. ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? എൻ്റെ മോനെ നായ്ക്കുന്നൊരു വീട് അവിടെ ഈ സ്ഥലമാണ് പറഞ്ഞത്. ആ വാറാ പറഞ്ഞത്. അവരാണ് അധികം ആൾക്കാർ ഞാൻ കണ്ട പോണേ. കോപ്പിറൈറ്റ് ആ കണ്ടോ? ഇവിടെ വന്നപ്പോ തന്നെ ആ മൂടങ്ങ് മാറിയില്ലേ? മറ്റേത് നമ്മളെ പട്ടോട് പോയായി.